ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ വന്ദിച്ചുകൊണ്ട് മഹാനായ ഡോക്ടർ പൽപ്പുവിൻ്റെ ധന്യസ്മരണയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും സ്നേഹാവന്ദനം. ഡോക്ടർ പൽപ്പുവിനെ നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. എൺപത്തിയേഴ് വർഷങ്ങൾ ജീവിച്ചിരുന്ന അവസാന കാലം വരെ ഉണർവോടെ ജീവിച്ച ഒരു മഹാൻ. ഏതാണ്ട് 35 കൊല്ലത്തോളം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാതെ ബാഹ്യദൃഷ്ടിയിൽ ഉൾവലിഞ്ഞ് ജീവിച്ച ഒരു മഹാൻ. ഉൾവലിഞ്ഞു ജീവിച്ചു എന്ന് നമുക്ക് തോന്നുമെങ്കിലും ലോകക്ഷേമത്തെ മുൻനിർത്തി നിരന്തരം ചിന്തിക്കുകയും ആ ക്ഷേമകാര്യങ്ങളുടെ നിവൃത്തിക്കായി അധികാര സ്ഥാനങ്ങളിലേക്ക് നിരന്തരം എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാൻ. അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നില്ല എന്ന് പറയേണ്ടി വരും. അത് ചില വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അദ്ദേഹം ഒരു ത്യാഗിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി സർവ്വസാധാരണമായി കേട്ടുവരാറുള്ള പോരാട്ടങ്ങളുടെ കഥകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം നടത്തിയ അവകാശ പോരാട്ടങ്ങളുടെ തുടർന്നുള്ള ഫലമായിരുന്നു, അഥവാ അതിൻ്റെ പരിണാമമായിരുന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്നുപോലും പ്രബലമായി വിശ്വസിക്കപ്പെട്ടു പോരുന്നുണ്ട്. ഡോക്ടർ പൽപ്പുവിൻ്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ മഹത്വപ്പെടുത്തി ഇങ്ങനെ പറയാതെ വയ്യ. അപ്പം അവിടേക്കൊന്നുമല്ല നാം ഇന്ന് ശ്രദ്ധിക്കുന്നത്. ഒരു സന്ദർഭം
ഓർമ്മ വരികയാണ്. അവശ്യ സമുദായങ്ങളുടെ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ ഉദ്യോഗ അവകാശങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നടത്തിയ പോരാട്ടം പ്രസിദ്ധമാണ്. നിവേദനങ്ങളെല്ലാം അവഗണിക്കപ്പെടുകയായിരുന്നു. ഉപരിയായി അവിടുന്ന് മേലധികാരികൾക്ക് നിവേദനം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റിലും ചോദിപ്പിക്കുവാൻ, ഈ വിഷയം ഉന്നയിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അതിലേക്ക് ഭാരിച്ച ഒരു തുക ചെലവിലേക്ക് കണ്ടെത്തേണ്ടിയിരുന്നു. അതിനായി അദ്ദേഹം ഒരു ധനസമാഹരണത്തിനിറങ്ങുന്നുണ്ട്. അദ്ദേഹം ഈ സന്ദർഭത്തിൽ വടക്കൻ പറവൂരിലേക്കാണ് യാത്ര ചെയ്തത്. അപ്പോൾ അവിടെ ഏതാനും സമുദായ പ്രമാണിമാരുമായി ധനശേഖരണാർത്ഥം യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായത്രേ. ഇവർക്കെതിരെ ഒരു ശവമടക്കുവാനുള്ള, ശവവും വഹിച്ചുകൊണ്ടുള്ള കുറെ ആളുകളുടെ യാത്ര കടന്നു വരുന്നുണ്ടായിരുന്നു. ഡോക്ടറെയും കൂട്ടരെയും കണ്ടപ്പോൾ വഴി ഒഴിഞ്ഞു നിൽക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. ഡോക്ടർ അത്ഭുതപ്പെട്ടു. സാധാരണ ശവത്തിനാണല്ലോ ഒരു അകൽച്ച ഉള്ളത്. ഇവിടെ ഇതാ ശവത്തിന് മാറി നിൽക്കാൻ പറയുകയോ? ഇതെന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു നമ്പൂതിരിയുടെ ശവമാണ്, അതുകൊണ്ട് മാറി നിൽക്കണം എന്ന് അവർ വീണ്ടും ആവശ്യപ്പെട്ടു. ഇവർ വഴി മാറി നിൽക്കുകയും ചെയ്തു. ഡോക്ടർ ആ നിമിഷം മുതൽ ചിന്താധീനനായി. അദ്ദേഹം യാന്ത്രികമായി വന്ന കാര്യത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കുന്നില്ല എങ്കിലും അദ്ദേഹം ഗാഢമായി ചിന്തിക്കുകയാണ് ഈ അനുഭവം വെച്ചുകൊണ്ട്. താൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തും മറ്റും ഈ സ്കൂളിൽ ചേരുന്നതിനോ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതിനോ ഒക്കെ നാട്ടുനടപ്പ് തടസ്സമായിരുന്നെങ്കിലും ഇതര വിഭാഗങ്ങളുമായി കൂടിക്കലരുന്നതിൽ ഇതുപോലെ കടുത്ത യാഥാസ്ഥികത്വം ഉണ്ടായിരുന്നില്ല. ഡോക്ടർക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം പോരാടിയാൽ പോരാ. സമൂഹത്തിൽ നിലവിലിരിക്കുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ കൂടി അടരാടേണ്ടതുണ്ട്. അതിനെയൊക്കെ മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. സാമുദായിക പ്രവർത്തനങ്ങളിൽ കൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനാവുകയുള്ളൂ. അപ്പൊ ഈ സന്ദർഭം ഓർക്കണം.
ഡോക്ടർ പൽപു ബാംഗ്ലൂരിൽ ഉദ്യോഗത്തിലിരുന്ന കാലത്താണ് ഇത് ചിന്തിക്കുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നു. അവിടുത്തെ വാവൂട്ട് യോഗം ക്ഷേത്രയോഗമായി മാറിയിരുന്നു. അവിടെ മഠം ഉയർന്നു വന്നിരുന്നു. ഗുരുദേവന് ശിഷ്യന്മാരായി അന്തേവാസികളായി ആളുകൾ കൂടി വന്നിരുന്നു. പല പല പ്രവർത്തനങ്ങൾക്കും അവിടുന്ന് നേരിട്ട് നേതൃത്വം കൊടുക്കുകയും പല കാര്യങ്ങളിലും ശിഷ്യന്മാരെ അതിലേക്ക് നിയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അരുവിപ്പുറം ഒട്ടനവധി ആളുകളുടെ ആശാകേന്ദ്രമായും പല കാര്യങ്ങൾക്കും ആശ്രയ കേന്ദ്രമായും മാറിക്കഴിഞ്ഞിരുന്നു. ഈ വക പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടറുടെ നേരെ മൂത്ത ജ്യേഷ്ഠനാണ്, പി പരമേശ്വരൻ എന്ന് പറയും. അദ്ദേഹമാണ് അരുവിപ്പുറത്തെ അരുവിപ്പുറം മഠമാക്കി മാറ്റുന്നതും ക്ഷേത്രയോഗത്തെ സമർത്ഥമായി മുന്നോട്ട് നയിക്കുന്നതും നാടിൻ്റെ നാനാഭാഗങ്ങളിലും വളരെ അലഞ്ഞ് നടന്ന് ആളുകളുടെ ശ്രദ്ധയെ അങ്ങോട്ട് ആകർഷിക്കുന്നതും അക്കാലത്തെ ഏകനായ പ്രവർത്തകനെന്ന് ആശാൻ തന്നെ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നതും അത് ഡോക്ടറുടെ നേരെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹത്തെ വാത്സല്യപൂർവ്വം ബഹുമാനപൂർവ്വം ഗുരുദേവൻ വിളിച്ചിരുന്നത് മാനേജർ എന്നായിരുന്നു. എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ്. ഗുരുദേവനെ കുറിച്ച് ഡോക്ടർ പൽപു ആദ്യം കേൾക്കുകയാണ്. നാണുഭക്തനായി നടന്ന കാലത്ത് ഒരുപക്ഷേ വാരണപ്പള്ളിയിലെ വിദ്യാഭ്യാസത്തിന് മുമ്പ് തന്നെ തിരുവനന്തപുരവുമായി ഗുരുദേവന് ബന്ധമുണ്ടായിരുന്നു. വാരണപ്പള്ളി വിദ്യാഭ്യാസത്തിന് ശേഷം കൂടുതൽ സമയം അവിടുന്ന് തിരുവനന്തപുരത്തും പ്രാന്തപ്രദേശങ്ങളിലും കഴിഞ്ഞുകൂടുകയുണ്ടായി. അവിടെ അവിടുന്ന് ഇടപഴകിയിരുന്നത് ഏറിയ കൂറും നായന്മാരും പരദേശ ബ്രാഹ്മണരും ഒക്കെ ആയിട്ടായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ പൽപുവിൻ്റെ പുത്രൻ തന്നെയാണ്. ഇപ്പൊ ഈഴവ സമുദായം അവിടുത്തെ അത്ര കണ്ട് മനസ്സിലാക്കിയിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആധ്യാത്മികമായ ഒരു വശം ആ സമുദായത്തിന് എന്നോ കൈമോശം വന്നിരുന്നു. പണ്ടൊരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ബൗദ്ധ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു ജനതയായിരുന്നു ഇത്. അതിനുശേഷം കഴമ്പില്ലാത്ത ആചാരങ്ങളിൽ ഈ സമുദായത്തിൻ്റെ ആധ്യാത്മികത കുടുങ്ങിപ്പോവുകയുണ്ടായി. അതിൽ കുരുക്കപ്പെട്ടു. എന്തിനെന്നറിയില്ല, എന്തിനെന്നറിയേണ്ട ആവശ്യവുമില്ല. ഇതാണ് മാമൂല്. അതെങ്ങനെയൊക്കെയോ ഉണ്ടായി രൂപപ്പെട്ട് വന്നു.
അതിനെ പാലിക്കാതിരിക്കുന്നത് കൊടിയ പാപമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു പോരുന്ന ഒരു ജനപതി. അങ്ങനെയുള്ള ഒരു സമുദായ വ്യവസ്ഥ മാത്രമല്ല, ഈ ചാന്നായ്മയും തണ്ടായ്മയും ഒക്കെ നിലവിലിരുന്ന കാലം. അപ്പൊ അതിൻ്റെ കീഴിൽ വരച്ച വരയെ തന്നെ പോകേണ്ടി വന്ന ദുസ്ഥിതി. അതിനെല്ലാം ഉപരിയാണ് ഉയർന്ന ജാതിക്കാരിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അവഗണന. അപ്പോ ഇതുപോലൊരു സുമുഖനായ, കണ്ടാൽ ആരും നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിക്കുമായിരുന്ന ഗുരുദേവനെ ഒരു സ്വജനമായി തിരിച്ചറിയുവാൻ അന്ന് മാർഗമുണ്ടായിരുന്നില്ല, അതിനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല. തിരുമുതിരപ്പേട്ടയിൽ ഒരു രാമൻപിള്ളയാശാനുണ്ട്. അദ്ദേഹത്തെ അറിയണമെങ്കിൽ ഈ പ്രായമുള്ളവർക്ക്, പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. ഒരു കാലത്തെല്ലാ ഭവനങ്ങളിലും മുഴങ്ങിയിരുന്ന സന്ധ്യാരാമം, രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഈ പ്രാർത്ഥന രചിച്ചത് തിരുമുതിരപ്പേട്ടയിൽ രാമൻപിള്ളയാശാനാണ്. അദ്ദേഹം ഒരു എഴുത്താശാനായിരുന്നു. സ്വന്തം ഭവനത്തിൽ വെച്ച് കുട്ടികളെ വായിപ്പിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. പിന്നീട് ഒരു കൊടിപ്പള്ളിക്കൂടം തന്നെ സ്ഥാപിക്കുകയുണ്ടായി. ആ കൊടിപ്പള്ളിക്കുടവുമായി നാടുഭക്തൻ നമ്മുടെ ഗുരുദേവൻ ബന്ധപ്പെട്ടിരുന്നു. അവിടവുമായി ഉള്ളൂർ സ്വദേശിയായിരുന്ന, ഇതെല്ലാം തിരുവനന്തപുരത്തിന്റെ പ്രാന്തമാണ്, കുഞ്ഞമ്പിള്ള ചട്ടമ്പി ബന്ധപ്പെടുന്നുണ്ട്. അവിടെ നിന്നും കിട്ടാവുന്ന അറിവുകളൊക്കെ, അവിടെ ഈ സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചു എന്നുള്ളതല്ല, വിദ്വാൻമാരുടെ സമ്പർക്കമാണ് നാടുഭക്തനേറെ ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ ആ ഗുരുനാഥന്മാരുമായിട്ട്, പല ഗുരുനാഥന്മാരുമായിട്ട് ബന്ധപ്പെടുന്ന കൂട്ടത്തിൽ, പല പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുന്ന കൂട്ടത്തിൽ ഇതാ ഈ രാമൻപിള്ളയാശാനെയും പരിചയപ്പെടുന്നു. അവർ നിത്യവും എന്ന പോലെ കാണുന്നു. അവിടെ വെച്ചാണ് ചട്ടമ്പി സ്വാമിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നാം കാണണം, ഡോക്ടർ പൽപ്പു അവിടെ പഠിച്ചതാണ്. ഡോക്ടറുടെ ജ്യേഷ്ഠന്മാരായ പി പരമേശ്വരനും മൂത്ത ജ്യേഷ്ഠനായ പി വേലായുധനും അവിടെ പഠിച്ചതാണ്. ഭാഗ്യവശാൽ അക്കാലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ സഹോദരന്മാരുടെ പ്രാഥമിക വിദ്യാഭ്യാസം, അത് സാമ്പ്രദായിക വിദ്യാഭ്യാസമാണ് നടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വിദ്വാൻ തന്നെയായിരുന്നു. പറയപ്പെടുന്നത് ഈഴവ സമുദായത്തിൽ ആദ്യം ഇംഗ്ലീഷ് പഠിച്ച ആളെന്നാണ്. അത് വലിയൊരു ബഹുമതിയാണ്. ഈഴവ സമുദായത്തിൽ ആദ്യം ഇംഗ്ലീഷ് പഠിച്ചയാൾ, ബിരുദം നേടിയ ആളെന്ന് തെറ്റിദ്ധരിക്കരുത്. നോക്കണം, അന്നത്തെ കാലത്ത് അങ്ങനെ ആഗ്രഹിക്കാനും
അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അദ്ദേഹം തയ്യാറായി. ഭഗവതി പത്മനാഭൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പച്ചക്കുടി പപ്പു എന്ന് വിളിപ്പേര്. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി അഞ്ചുതെങ്ങി ചെന്ന് കുറെ കാലം താമസിക്കുന്നുണ്ട്. ഇത് പഠിച്ചെടുക്കണമെങ്കിൽ ഇംഗ്ലീഷുകാരുമായിട്ടുള്ള സമ്പർക്കം വേണം. അതിനവിടെ ചെന്ന് അത് പല പാതിരിമാരുമായിട്ടും ഉപദേശിമാരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് അനൗപചാരികമായി കരസ്ഥമാക്കിയതാണ് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം. വരാൻ പോകുന്ന കാലത്ത് ഈ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം, അതിൻ്റെ സ്വാധീനം എത്രയെന്ന് മുൻകൂട്ടി കാണുവാൻ ആ പിതാവിന് കഴിഞ്ഞിരുന്നു. നല്ല വടിവൊത്ത കൈയക്ഷരത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹം മക്കളെയും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഉത്സാഹിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അതിന് നിവൃത്തി ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ, അഥവാ ഡോക്ടർ പൽപുവിന്റെ അമ്മയുടെ ഭവനം അതിസമ്പന്നമായിരുന്നു. അന്നത്തെ വ്യവസ്ഥ ഓർക്കണം, മക്കത്തായമല്ല, മരുമക്കത്തായ സമ്പ്രദായമാണ് നിലവിലുള്ളത്. അച്ഛന്റെ സ്വത്തിന് മക്കൾക്കല്ല, മരുമക്കൾക്കാണ് അവകാശം. ഇവിടെ അച്ഛൻ ഏതാണ്ട് നിർധനനായി തീർന്നു. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ഒരു വേള നിർധനനായി തീരുകയാണ്. എന്തുകൊണ്ടെന്നാൽ അന്ന് ഇംഗ്ലീഷ് പഠിച്ചു. അന്ന് എന്താണ്, ഒരു പ്രത്യേക തരം നിയമനമാണ് അതിനു മുമ്പ് വരെ നടന്നിരുന്നത്. അതായത് നിയമനാധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ബന്ധുക്കളെയോ ആശ്രിതരെയോ ഒക്കെ നിയമിക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നു. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു വ്യവസ്ഥയില്ല. ഒരു വേള അതിനൊരു മാറ്റം വന്നു. വിദ്യാഭ്യാസ യോഗ്യത അതിന് നിർബന്ധമാക്കി. ഏത് ജോലിക്കും നിശ്ചിതമായ വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധിതമാക്കിയതോടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. അങ്ങനെ വന്നതോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത. പേരിന് ഒന്നോ രണ്ടോ എണ്ണം കാണും. അത് മുഴുവൻ സവർണർ കൈയടക്കും. അവിടെ ഈഴവർ തുടങ്ങിയിട്ടുള്ള പിന്നോക്ക ജാതിക്കാരെ കയറ്റാതിരിക്കാൻ അവർ ശ്രമിക്കുന്നത് അവരോടുള്ള അവജ്ഞ കൊണ്ട് മാത്രമല്ല, തങ്ങളുടെ അത്രയും അവസരം കുറയാതിരിക്കുന്നതിന് കൂടിയാണ്. അതൊക്കെ സ്വാർത്ഥതയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുതിയൊരു ഉത്തരവ് വന്നു. സ്വന്തമായി സ്കൂൾ നടത്താൻ താല്പര്യമുള്ളവർക്കത് നടത്താം. അത് യൂറോപ്യർക്കാരും ആദ്യം അതിനുള്ള, അങ്ങനെയാണ് മിഷണറിമാര് സ്കൂളുകൾ സ്ഥാപിക്കുന്നത്. സ്വദേശികൾക്കും അങ്ങനെ സ്ഥാപിക്കാമെന്നായി. ഇങ്ങനെയൊക്കെയുള്ള ചില അനുകൂല സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന സമയത്താണ് ഡോക്ടർ പൽപുവിന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഡോക്ടർ പൽപുവിന്റെ അച്ഛൻ എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷ് പഠിച്ച ആളെന്നുള്ള നിലയിൽ അന്നത്തെ കോടതിയിൽ ഈ ന്യായവാദി എന്നൊരു 8-10 പേരെ, അങ്ങനെ ഒരു പോസ്റ്റ്
അപ്പൊ അതിലൊരു ഉദ്യോഗം തരപ്പെടുത്താൻ ശ്രമിച്ചു. സവർണറുടെ എതിർപ്പ് കൊണ്ട് അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. പ്രവേശന പരീക്ഷ, യോഗ്യതാ പരീക്ഷ എഴുതിച്ചതേയില്ല. അങ്ങനെയൊരു ദുരനുഭവമുണ്ട് അദ്ദേഹത്തിന്. അവിടെ മുതൽ തുടങ്ങുകയാണ് ഡോക്ടർ പുൽപ്പുവിന്റെ വാശി. അദ്ദേഹം ചില മരാമത്ത് പണികളിലൊക്കെ ഏർപ്പെട്ടു. അങ്ങനെ അതിസമ്പന്നരായ ഏതാനും ഈഴവ പ്രമാണിമാർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. മാധു കുത്തകക്കാരനും രാമൻ ഓവർസിയർ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ആ ഗണത്തിൽ വരുന്നതാണ്. വടക്കോട്ട് വരുമ്പോഴും ആലപ്പുഴ ഭാഗത്തൊക്കെ അതുപോലുള്ള കനിയാന്മാർ ധാരാളമുണ്ട്. ആ രംഗത്തേക്കാണ് ഡോക്ടർ പുൽപ്പുവിന്റെ പിതാവും കടക്കുന്നത്. കഷ്ടകാലമെന്ന് പറയട്ടെ. ആ പണിക്കിറങ്ങി ഉള്ള സ്വത്തുക്കളെല്ലാം അതിനാലെ പോവുകയായിരുന്നു. അഷ്ടിക്ക് വകയില്ലാത്ത അവസ്ഥയിൽ എത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പട്ടിണി സഹിക്ക വയ്യാതെ ഭർത്താവിനെ വിട്ട് പിണങ്ങിയല്ല എന്ന് ഓർക്കണം. ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. സഹോദരങ്ങളുടെ വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് പൽപ്പുവിന്റെ അമ്മയ്ക്ക് പോകേണ്ടി വന്നു. പാരമ്പര്യമായി മഹാധനികൻ അല്ലെങ്കിലും ധനികനായിരുന്ന ഡോക്ടർ പൽപ്പുവിന്റെ പിതാവ്, അദ്ദേഹം അഭിമാനിയായിരുന്നു. അദ്ദേഹം കൂടുതൽ ആരോടും യാചിക്കാനും പറയാനും ഒന്നും നിൽക്കാത്തയാളായിരുന്നു. ഇവിടെ നോക്കണം, അമ്മാവന്റെ സംരക്ഷണം കിട്ടേണ്ടതാണ് ഈ മക്കൾക്ക്. അദ്ദേഹമാണെങ്കിൽ, അവരാണെങ്കിൽ രണ്ടുപേരുണ്ടായിരുന്നത്രേ. രണ്ടുപേരും മഹാലുബ്ധരും. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് അനാവശ്യമാണ് എന്ന് കരുതിയിരുന്ന ആൾക്കാർ. അപ്പൊ ഇതെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ പൽപ്പുവിന്റെ വളർച്ച, എന്തെല്ലാം അതിതീഷ്ണ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രത്തോളം ഉയർന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നീട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളൊക്കെ പ്രസിദ്ധമാണ്. പക്ഷേ സ്വന്തമായി ഒരു നിലനിൽപ്പിന് അത്രത്തോളം ഒന്ന് പോരാടാൻ തക്കതായി ഒന്ന് ഉയരുവാൻ അദ്ദേഹത്തിന് എത്ര കഠിന പരീക്ഷണങ്ങളെ, പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നു. അമ്മാവന്മാരുമായിട്ടൊക്കെ നല്ലപോലെ മല്ല് പിടിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നല്ല ഒരു ഇടപെടിയിലുണ്ടാകുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരുപക്ഷെ അവധൂത വൃത്തിക്കും മുമ്പുള്ള തിരുവനന്തപുരത്തെ സമ്പർക്കം അതുണ്ടായിരുന്നില്ല എങ്കിൽ ഡോക്ടർ പൽപ്പുവിനും സഹോദരങ്ങൾക്കും മുമ്പോട്ടുള്ള വഴി തെളിയുമായിരുന്നില്ല. അവരുടെ ജീവിത വഴി അതോടെ അടഞ്ഞു പോകുമായിരുന്നു. വിദ്വാന്മാരെ കൊണ്ടെന്ന് വായിപ്പിക്കും, അർത്ഥം പറയിപ്പിക്കും, അതിനുവേണ്ടി വീട്ടിൽ വിശേഷ അവസരങ്ങളിൽ ക്ഷണിച്ചു വരുത്തും. ഇങ്ങനെയൊക്കെ ഗുരുവിനെയും പലയിടത്തും ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ക്ഷണിക്കാതെ തന്നെ ഏതു സമയവും കയറി ചെല്ലുന്ന
ഏതാനും ഭവനങ്ങളിൽ ഒന്നായിരുന്നു ഡോക്ടർ പൽപുവിന്റെ ഭവനം. പലരും കരുതുന്നത് പോലെ നമ്മൾ ഈ ഡോക്ടർ പൽപു എന്ന് മാത്രം പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് ഗുരുദേവനെ ഡോക്ടർ പൽപുവിന്റെ വീട്ടിലേക്ക് ആകർഷിച്ചത് ഡോക്ടറുടെ മൂത്ത ജ്യേഷ്ഠനായ പി വേലായുധനായിരുന്നു. അദ്ദേഹം ഗുരുദേവന്റെ ആത്മമിത്രമായിരുന്നു. ഡോക്ടർ പൽപുവിന്റെ പുത്രൻ രേഖപ്പെടുത്തുന്നത് ഇവർ രണ്ടുപേരും ഒരു പാത്രത്തിൽ നിന്ന് വാരിക്കഴിച്ചിരുന്നത്രേ. അവർ ഭക്ഷണം കഴിക്കുന്നത് ഒരു പാത്രത്തിൽ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ബഹുമതി പി വേലായുധനല്ലാതെ മറ്റാർക്കും ലഭിച്ചിട്ടുണ്ടാവില്ല. എന്തായിരുന്നു അവർ തമ്മിലുള്ള അടുപ്പം? അദ്ദേഹമാണ് ഈഴവ സമുദായത്തിലെ ആദ്യത്തെ BA-കാരൻ എന്നുകൂടി പറഞ്ഞിരിക്കുക. തിരുവിതാംകൂറിലെയാണ് കേട്ടോ. മലബാറിലെ പറയുമ്പോൾ വേറെ ആള് വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ആദ്യത്തെ BA-കാരൻ. അപ്പൊ ഒരു വേള ഈ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ രാമായണാദികളൊക്കെ വായിച്ച് അർത്ഥം പറയുകയാണ്. ഇപ്പൊ നാണുഭക്തൻ ചെന്നതോടെ ഇനി നാണുഭക്തൻ വായിക്കണമെന്നായി. നാണുഭക്തൻ വായിച്ച് അർത്ഥപ്രവചനം കേട്ടതോടെ നാണുഭക്തൻ എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന അവസ്ഥയിലെത്തി ഡോക്ടറുടെ അമ്മ. അവർക്കിതിൽ നല്ല താല്പര്യമുണ്ടായിരുന്നു. അവർ പറയുന്നത് നാണുഭക്തന്റെ പാരായണവും ആ അർത്ഥം പറച്ചിലും കേട്ടിട്ട് കിടന്നാൽ നാണുഭക്തൻ പറഞ്ഞത് അത്രയും തനിക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുമായിരുന്നു എന്നാണ്. ഓർക്കണം, എത്ര ശ്രദ്ധയോടെ അവരത് ശ്രദ്ധിച്ചിരുന്നു. ഇനി അതിനൊരു മറുവശവും കൂടിയുണ്ട്. നാണുഭക്തൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ ശിലയിൽ കോറിയതുപോലെ ഭക്തന്റെ മനസ്സിൽ അത് പതിയുമായിരുന്നു. ഇതാ ഒരു വേള ഈ ഡോക്ടറുടെ മാതാവ് കൊടിയ ദാരിദ്ര്യം മൂലം സഹോദരങ്ങളുടെ തറവാട്ട് വീട്ടിൽ താമസിക്കുകയുണ്ടായി എന്ന് പറഞ്ഞല്ലോ. അവിടേക്കാണ് ചെല്ലുന്നത്. എത്ര ലുപ്തനാണെങ്കിലും നാണുഭക്തന്റെ പാരായണവും അർത്ഥ പ്രവചനവും മറ്റും ഈ അമ്മാവന് നന്നായി അങ്ങ് ബോധിച്ചു. സാന്ദർഭികമായി അപ്പോൾ നാണുഭക്തൻ എന്താണോ ആവശ്യപ്പെടാനിരിക്കുന്നത് അതിനനുഗുണമായ ചില ഭാഗങ്ങളാണ് അന്ന് വായിക്കുകയും പറയുകയും ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ തട്ടി. ഇറങ്ങാൻ നേരം നാണുഭക്തൻ ഈ കുട്ടികളെ, മരുമക്കളെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചു. എന്തായാലും അത് ഏറ്റു. അങ്ങനെ അല്പാൽപമായ സഹായം ചെയ്യാൻ തുടങ്ങി. ഡോക്ടറുടെ പഠിത്തത്തിന് വേണ്ടി ആദ്യം കേട്ടാ തമാശയായിട്ട് തോന്നും, ഒരു തെങ്ങിന്റെ അനുഭവം, ഒരു തെങ്ങിലെ തേങ്ങ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു സന്ദർഭം വന്നപ്പോൾ ഒരു 6-7 രൂപ ഒന്നിച്ചു കൊടുത്തത്രേ. ഇന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയാണ്. അതിനുശേഷം അർഹതപ്പെട്ട അത്രയും കൊടുത്തില്ലെങ്കിലും കുറഞ്ഞൊരളവിലെങ്കിലും അല്പം വസ്തുവകകളും വിട്ടുകൊടുത്തത്രേ.
ആ സമയത്ത് അത്രയെങ്കിലും ഒരു സഹായം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഡോക്ടർ പൽപുവിൻ്റെ പഠിത്തം മുടങ്ങുമായിരുന്നു. എത്ര കഴിവുണ്ടെങ്കിലും എത്ര ഉത്സാഹം ഉണ്ടെങ്കിലും അതിന് ഇതുപോലെ ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായില്ല എങ്കിൽ അത് മുടങ്ങുക തന്നെ ചെയ്യും. എന്നിട്ടും പ്രതിസന്ധി തീരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഔപചാരിക വിദ്യാഭ്യാസം വേണമെങ്കിൽ അതവിടെ ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് ഒന്നേ ഉള്ളൂ, രാജകീയ സ്കൂൾ. വല്ല വിധേനയും കഷ്ടപ്പെട്ട് അച്ഛൻ വേലായുധനെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ച് BA പാസ്സാക്കിക്കുന്നുണ്ട്. വളരെ ദയനീയമായി ആ പിതാവ് ഇളയ കുട്ടികളോട് പറയുകയല്ല യാചിക്കുന്നത്, വല്ല വിധത്തിലും വേലായുധനൊന്ന് കരപറ്റട്ടെ, അവനൊരു കരപറ്റുവോളം, അവനൊരു ജോലി കിട്ടുവോളം നിങ്ങൾ പഠിപ്പ് മുടക്കണം. അത് കേൾക്കാനേ മറ്റ് സഹോദരങ്ങൾക്ക് പറ്റുമായിരുന്നുള്ളൂ. പി പരമേശ്വരനും മാധവൻ വൈദ്യരും ആ സ്വദേശത്ത് പല ആശാന്മാരുടെയും വൈദ്യന്മാരുടെയും ഒക്കെ കൂട്ടത്തിൽ കൂടി പരമേശ്വരനാണെങ്കിൽ പാതിരിമാരോടെയും മറ്റും സഹായത്തോടെ ഇംഗ്ലീഷ് പഠിച്ചു. മാധവൻ വൈദ്യര് ഇളയയാള് താണുവനെന്ന് പറയും, അദ്ദേഹവും കുറെയൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു. ഡോക്ടർ പൽപു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ വീട്ടിൽ ഇച്ചിരി നിർബന്ധമൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് മനസ്സിലാകും, എത്ര നിർബന്ധം പിടിച്ചാലും അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നോക്കൂ, അവിടെ സ്വകാര്യമായി ഒരു വ്യക്തി ഒരു സായിപ്പ് നടത്തിയ ഒരു സ്കൂളിൽ 3 കൊല്ലം പഠിക്കുന്നു. ഫീസ് കൊടുക്കാൻ നിർവാഹമില്ല. അതിനു മുമ്പ് തിരുമധുരപ്പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ സ്കൂളിൽ പഠിച്ചപ്പോൾ, അത് പ്രാഥമിക സ്കൂളാണ്, അവിടെയാണ് കുഞ്ഞമ്പിള്ള ചട്ടമ്പി സ്വാമികളായി മാറുന്നത്. ചട്ടമ്പി സ്വാമികൾ പിൻവാങ്ങി. ഇതാ അതിനടുത്ത സ്ഥാനം വരുന്നത് ഡോക്ടർ പൽപുവിനാണെന്ന് ഓർക്കണം. ചട്ടമ്പിള്ള എന്ന് പറയും, ചട്ടമ്പിള്ള. അപ്പൊ നോക്കണം, ജാതി അവിടെ ഒരു തടസ്സമല്ല. അതുപോലെ ഒരു ആശാന്റെ കീഴിൽ കൂടുതലും സവർണരായിരിക്കും പഠിക്കാനെത്തുക. എത്രയോ സവർണ കുട്ടികളെ മറികടന്നാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ പൽപുവിനെ മോണിറ്റർ അഥവാ ചട്ടമ്പിയാക്കുന്നത്. അവിടെ തന്നെ കഴിവ് തെളിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃപാടവം, ആ മുളക്കരുത്ത് അപ്പൊ തന്നെ പ്രകടമാകുന്നുണ്ട്. ആശാന് പല കാര്യഗൗരവങ്ങളും ഉണ്ടായിരുന്നു, പലയിടത്തേക്കും പോകേണ്ടതുണ്ടായിരുന്നു, പല വിദ്വത് സദസ്സുകളിലും പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അവിടെ തന്നേക്കാൾ മുതിർന്നവരെ, ജാതിയിൽ ഉന്നത ശ്രേണിയിലുള്ളവരെ ഒക്കെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ അവിടെ അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കുന്നതായി കാണുന്നില്ല. ഈ ചട്ടമ്പിയുടെ നേതൃത്വം എല്ലാവരും അനുസരിക്കുകയാണ്. സംഘാടനത്തിൻ്റെ ബാലപാഠങ്ങൾ
ഇതാ ഈ കുരുന്നിലെ തന്നെ ഏതാണ്ടൊരു 10 വയസ്സോളമേ ആകുന്നുള്ളെന്ന് ഓർക്കണം. ആശാന്റെ അസാന്നിധ്യത്തിൽ പുതിയതായി വരുന്ന കുട്ടികളെ അഭ്യസിപ്പിക്കുന്ന ചുമതലയും. ഇത് കഴിഞ്ഞാണ് ഈ സായിപ്പിന്റെ അടുത്ത് പോകുന്നത്. അവിടെ അദ്ദേഹം അത്ര സമ്പന്നനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു അല്പമാത്ര പെൻഷൻ കൊണ്ടിങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരാള്. അത് തികയാതെ വന്നതുകൊണ്ട് ഇതാ ഇങ്ങനെയൊരു സ്കൂളിട്ട് അത്രയൊരു വരുമാനമായിക്കൊള്ളട്ടെ, അത്രയൊരു ആശ്വാസമായിക്കൊള്ളട്ടെ എന്ന് കരുതുകയാണ്. പക്ഷേ ഈ കുട്ടിയുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി പൽപ്പുവിനോട് ഫീസ് ആവശ്യപ്പെടുന്നില്ല. ഫീസ് ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ആ കുട്ടിക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ ഓലയും ഈ അന്നത്തെ കാലത്തെ പുസ്തകങ്ങളും ഒക്കെ സ്വന്തം ചെലവിൽ വാങ്ങിക്കൊടുക്കുകയാണ്. അമ്മാവനൊരു വേള 7 രൂപ കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ഇത് കിട്ടിയ പാടെ അതിൽ അല്പം പോലും എടുക്കാതെ നേരെ കൊണ്ട് ഈ ഗുരുനാഥന് കൊടുക്കുകയായിരുന്നു അത്രേ. ജ്യേഷ്ഠന്റെ ഈ പഠനത്തെ വളരെ കൊതിയോടെ ആണ് പൽപ്പു നോക്കുന്നത്. ആ വഴിക്ക് തന്നെ പഠിക്കണം, വാശിയായി. അങ്ങനെ ഒരു വേള ഇതാ ഇംഗ്ലീഷ് സ്കൂളിൽ ചെന്ന് ചേരുകയാണ്. ഇംഗ്ലീഷ് സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ വ്യവസ്ഥകളൊക്കെ ഉണ്ട്, നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സായിപ്പ് നടത്തിയ സ്കൂളിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനം മതി. ഇവിടെ അത് പറ്റില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഫീസ് കൊടുക്കാൻ മാർഗമില്ല. ഫീസ് അടയ്ക്കാതെ അവിടെ തുടരാൻ പറ്റില്ല. അവിടെ പഠനം നിൽക്കുകയാണ്. അവിടെയും ഈ കുട്ടി പിന്മാറാൻ തയ്യാറാകുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, പഠിക്കുന്നത് മാത്രം പഠിക്കുക എന്നുള്ള ഒരു രീതി അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ബാലനായിരുന്നപ്പോൾ തന്നെ പഠിക്കാവുന്നിടത്തോളം പഠിക്കുക, ഗുരുനാഥന്മാരിൽ നിന്ന് പഠിക്കാവുന്നിടത്തോളം പഠിക്കുക, സ്വപരിശ്രമം കൊണ്ട് അതിനെ ആവോളം അഭിവൃദ്ധിപ്പെടുത്തുക. പിന്നെ നാം കാണുന്നത് ഒരു അത്ഭുതമാണ്. ഈ കുട്ടി സ്വന്തം നിലയിൽ ഒരു വരുമാന മാർഗം കണ്ടെത്തുകയാണ്. അത് പണിക്കൊന്നും പോയിട്ടല്ല കേട്ടോ. ഇദ്ദേഹം കണ്ടെത്തുന്ന വരുമാന മാർഗം എന്താണെന്നറിയുമോ? ധാരാളം സായിപ്പന്മാർ വ്യാപാര ആവശ്യങ്ങൾക്കും ജോലിക്കായിട്ടുമൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാരുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുവാൻ ഇതാ മലയാളിയായി ഒരു ബാലൻ ധൈര്യപ്പെടുക. എന്തായിരുന്നു ആ ആത്മവിശ്വാസം! കേവലം 12-13 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം. ഇവിടെ രാവിലെ അത് ഓരോ വീട്ടിലും പല വീടുകളിലായിട്ട് ചെല്ലണം. എല്ലാരെയും ഒന്നിച്ചു കിട്ടില്ല. രാവിലെ ഊഴം വെച്ച് ഓരോ വീട്ടിൽ ചെന്ന്, ഇപ്പോൾ സായിപ്പന്മാരുടെ മക്കളുടെ ഇംഗ്ലീഷ്, അവർക്ക് ജന്മനാ തന്നെ ഇംഗ്ലീഷ് അവരുടെ മാതൃഭാഷയാണ്. അതിന് ട്യൂഷൻ എടുക്കുക. വൈകുന്നേരം ഇതുപോലെ ഊഴം വെച്ച് മറ്റേതാനും വീടുകളിലും കൂടെ പോവുക. ഏതായാലും അത് തരക്കേടില്ലായിരുന്നു. തുടക്ക മാസത്തിൽ തന്നെ 25 രൂപ, അന്നത് വലിയ തുകയാണ്.
25 രൂപ കൈ വന്നത്രേ. ഉദാരമതികളായിരുന്നു സായിപ്പന്മാർ എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. അപ്പൊ ഒന്ന് നോക്കൂ, ആദ്യം കിട്ടിയ ആ തുക 25 രൂപ. അതുമായി ഈ ബാലൻ ഓടുന്നത് സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ്. ഓടിക്കൊണ്ട് അമ്മയുടെ കരത്തിലേക്ക് അത് പിടിപ്പിച്ചു വെച്ചു കൊടുത്തു. ജീവിതത്തിൽ ഇത്രത്തോളം ധന്യത താൻ അനുഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പൽപു മക്കളോട് പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഒരിക്കലും വന്ന വഴി അദ്ദേഹം മറക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ്. തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, നേരം പോക്കുകൾ, ഇതെല്ലാം സാന്ദർഭികമായി മക്കളോട്, അവർ മുതിർന്നു കഴിഞ്ഞ് അവരോട് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഇത് പറയുമ്പോൾ കൺമുൻപിൽ കാണുന്നത് പോലെ മക്കൾക്കും തോന്നുമായിരുന്നു. ഇവിടെ ഇതാ മാന്യമായി ഫീസ് കൊടുത്ത് പഠിക്കാവുന്ന അവസ്ഥയിലേക്ക്, പറഞ്ഞാൽ ഒരു സ്വാശ്രയത്വത്തിലേക്ക് തൽക്കാലം ആ ബാലൻ ഉയരുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം രാജകീയ സ്കൂളിൽ FA എന്ന് പറയുമ്പോൾ BA അല്ല, അതിനു മുമ്പ് ഇന്നത്തെ പ്രീ ഡിഗ്രിയുടെ തലമാണെന്ന് തോന്നുന്നു. ജ്യേഷ്ഠൻ പോയ വഴി BA തന്നെ എടുക്കാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. പക്ഷെ മനസ്സിലാക്കി, ഇങ്ങനെ ഓടിയാൽ കൂടില്ല. FA ക്ലാസ്സിൽ ഇതാ ട്യൂഷൻ എടുത്തുകൊണ്ട് അമിത സമയം ഇരുന്ന് പഠിച്ച് അത് പാസ്സാകാനായി. BA ക്ലാസ്സിൽ ചേർന്നാൽ ഇതിനുള്ള ഒരു സൗകര്യം അത്രയും സമയം കിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം സാങ്കേതിക വിദ്യാഭ്യാസത്തിലേക്ക് അത് അവസാനം എത്തപ്പെട്ടത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലാണ്. അത് പ്രസിദ്ധമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതെല്ലാം നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ ഡോക്ടർ പൽപുവിന്റെ ജീവിത സമരം, ഇതാണ് ജീവിത സമരം. അദ്ദേഹം ഏത് പ്രസംഗമായിക്കൊള്ളട്ടെ, ലേഖനമായിക്കൊള്ളട്ടെ, അതിൻ്റെ ഒടുവിൽ അദ്ദേഹം ഒരു ശ്ലോകം പറയുമായിരുന്നു. തനിക്ക് താനെ തുണയായിടും ജഗത്തിനീശൻ, ജനത്തിനീശൻ തുണയായിടും. തന്നെത്താൻ ഉത്സാഹിക്കുന്ന ജനത്തിന് ഈശൻ തുണയായി വരുമെന്ന് താല്പര്യം. ചില സന്ദർഭങ്ങളിൽ ആശാനും ആവേശത്തോടെ ഇത് പറയുമായിരുന്നു. സ്വപ്രയത്നം അതിൽ നിന്നൊഴിഞ്ഞ് മനക്കോട്ടകൾ കെട്ടിയതുകൊണ്ട് എന്ത് കാര്യം? ഡോക്ടറുടെ ഭാവിയിലെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. ഇതാ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നത് മദ്രാശിയിലേക്കാണ്. തിരുവിതാംകൂറിൽ അതിന് അവസരം കിട്ടിയില്ല. ഇവിടെ മെഡിക്കൽ കോളേജ് ഇല്ല. പക്ഷേ ഒരു 10 പേരെ പ്രത്യേകമായിട്ട് പരിശീലിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ മാർക്കും ശാരീരിക യോഗ്യതയും ഒക്കെ ഉണ്ടായിട്ടും ആ ജാതിയുടെ പേരിൽ തഴയുകയായിരുന്നു. അവസാനിപ്പിക്കുന്നില്ല. സ്വന്തം നാട്ടിൽ നടന്നു പോയി വരാവുന്ന ദൂരത്തിൽ BA പഠിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ആ ബാലൻ ഇതാ വിദേശത്തെന്ന് പറയുമ്പോൾ മദിരാശി, നമ്മുടെ ഇന്നത്തെ വിദേശമല്ല. തിരുവിതാംകൂർ വിട്ടാൽ അന്യദേശങ്ങളെല്ലാം വിദേശമെന്നാണെന്ന് വ്യവഹരിക്കപ്പെടുന്നത്. ഒന്നോർത്ത് നോക്കൂ, 4 കൊല്ലക്കാലം. ആ 4 കൊല്ലക്കാലം
ആണ്ടിൽ ഏതാണ്ട് ഒരു 150 രൂപ ഫീസ് തന്നെ വേണ്ടിവരും. മറ്റ് ചെലവുകൾക്ക് വേറെയും വഴി കണ്ടെത്തണം. 4 കൊല്ലമാണെന്ന് ഓർക്കണം. ആദ്യത്തെ കൊല്ലത്തേക്കുള്ള പണം പോലും തികയാതെയാണ് മദ്രാസിലേക്ക് പോകുന്നത്. ആകെയുള്ള ആശ്വാസം ജ്യേഷ്ഠന് ഒരു ചെറിയ ജോലി, ആദ്യം മലബാറിൽ ചെറിയ ചെറിയ 1-2 അധ്യാപക ജോലി അടക്കം ചെറിയ ജോലികൾ ലഭിച്ചു. തിരുവിതാംകൂറിൽ ഒരവസരവും കിട്ടിയില്ല. അത് കഴിഞ്ഞാണ് മദ്രാസിൽ ഈ രജിസ്ട്രേഷൻ വകുപ്പിലോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു, കുറഞ്ഞ ശമ്പളത്തിൽ. അതിനോടകം അദ്ദേഹത്തിന്റെ വിവാഹവും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഡോക്ടർ പൽപു ആണെങ്കിലും പി വേലായുധനാണെങ്കിലും പ്രസിദ്ധരുടെ സഹോദരിമാരെയാണ് വിവാഹം കഴിച്ചത്. പരവൂർ കേശവനാശാന്റെ ബന്ധത്തിലായിരുന്നു അത്. ഇപ്പൊ ഡോക്ടർ പൽപു അവിടെ പോകുന്നു. ഈ ഫീസ് അടയ്ക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ നടത്തിയത് യാചനയാണ്. എത്ര പേരറിയുന്നു? അമ്മയുടെ സ്വർണം വിറ്റ് ആ പണം കൊണ്ടാണ് പഠിച്ചത്. അത് ഏറെക്കുറെ അതിന് തികഞ്ഞു കാണുമെന്നൊരു ധാരണയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ ആയിരുന്നില്ല. ശുദ്ധമായ സ്വർണം ഉപയോഗിക്കുവാനൊന്ന് ഈഴവർക്കന്ന് അധികാരമില്ലായിരുന്നു. ഇനി അഥവാ ശുദ്ധമായ സ്വർണമാണ് തങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ഈഴവന്റെ സ്വർണം വെള്ളി ചേർന്നതാണ് എന്ന മുൻവിധി ഉണ്ടായിരുന്നത് കൊണ്ട് യഥാർത്ഥ സ്വർണത്തിന് കിട്ടേണ്ടതിൻ്റെ പകുതി വില പോലും കിട്ടിയില്ലത്രേ. മാതാവിന്റെ സ്വർണം കൊടുത്തു എന്നുള്ളത് സത്യമാണ്. ഈ 4 കൊല്ലക്കാലം ഇതാ അവധി ദിവസങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ്. പലയിടങ്ങളിലും കയറി ഇറങ്ങുമ്പോഴാണ് ആരെങ്കിലും ചെറിയ തോതിലെങ്കിലും ഒന്ന് കനിയുക. ഇതിനിടയ്ക്കും ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. 20 രൂപയും 50 രൂപയും. അന്ന് പി വേലായുധന്റെ ശമ്പളം 45 രൂപയേ ഉള്ളെന്ന് ഓർക്കണം. ആ ഘട്ടത്തിൽ ഒരയ്യർ പൽപ്പുവിന് 50 രൂപ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ ബ്രാഹ്മണരെയും മറ്റുമൊക്കെ കുറ്റം പറയുമ്പോൾ ഈ നന്മ ചെയ്തവരും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. ഒരിക്കലൊരു ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് അവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ പൽപു എന്നുള്ളതൊന്നും അവർക്ക് അത്ര കാര്യമല്ല. ഒരു വിദ്യാർത്ഥി, മലയാളി വിദ്യാർത്ഥി ഇതാ പഠനത്തിന് സഹായത്തിന് വന്നിരിക്കുന്നു. ആ രാജാവ് എന്ന് കൊടുത്തത് 2 രൂപ. 2 രൂപ. അതേസമയം ആതിഥേയനായിരുന്ന ആ ഗൃഹനാഥൻ കൊടുത്ത ആ ബ്രാഹ്മണൻ കൊടുത്തത് 20 രൂപ. ഇതൊക്കെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. നുള്ളിപ്പെറുക്കി കൊടുത്ത് അത് സ്വീകരിച്ച് ഇത് വട്ടമെത്തിക്കണമെങ്കിൽ അത് എവിടെയെല്ലാം അലയണം. ഇതിനകത്തൊരിക്കലും ഡോക്ടർ പൽപ്പുവിന് അഭിമാനക്ഷയം തോന്നിയില്ല എന്നുള്ളതാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? അദ്ദേഹത്തിനറിയാം, ഇതാ താൻ ആർജിക്കുന്ന വിദ്യ അത് തനിക്ക് വേണ്ടി മാത്രമല്ല, സേവനം എന്നത് ഒരു വ്രതമായി അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം എന്തെല്ലാം ആരോടെല്ലാം യാചിച്ചിട്ടുണ്ട്. ആ യാചിച്ച് വാങ്ങിയതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അദ്ദേഹം സമൂഹ നന്മയ്ക്കായി
തിരിച്ചു കൊടുത്തത് എന്നറിയുമ്പോഴാണ് ഈ യാചനയിൽ അഭിമാനക്ഷയം ഇല്ലാതിരുന്നു എന്നതിൻ്റെ രഹസ്യം നമുക്ക് വെളിവാകുന്നത്. ഒരു വേള കഷ്ടിച്ച് പകല് മുഴുവൻ വെയിൽ കൊണ്ടു എങ്ങനെയും അന്ന് ഫീസ് അടയ്ക്കണം. അങ്ങനെ അറ്റപ്പറ്റെ തികച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ പാവം തല കറങ്ങി അവിടെ ഒരു നടയിൽ പോയിരുന്നത്രേ. ബോധവും മറിഞ്ഞിട്ടുണ്ടായിരിക്കണം അല്പനേരത്തിന്, വിശന്നിട്ടാണ്. അവിടുത്തെ ഒരു ദൃഢനിശ്ചയം നോക്കിക്കൊള്ളണം. പഠിക്കാൻ വേണ്ടി കിട്ടിയ ഒന്നിൽ അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും എടുക്കില്ല എന്നുള്ള വ്രതം. അവിടെ പറയുന്നുണ്ടല്ലോ, ഒരു മുസ്ലിം അതിലെ റൊട്ടി വിറ്റ് വന്നു, കാണുകയും ചെയ്തു. ഈ കുട്ടി കാണുകയും ചെയ്തു. അപ്പോൾ ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. ആ നോട്ടത്തിൽ നിന്ന് ആ മുസ്ലിം സഹോദരന് മനസ്സിലായി ഈ കുട്ടിയുടെ നിവൃത്തികേട്. കടന്നുപോയി അദ്ദേഹം പുറകോട്ട് വന്ന് ആ കൊട്ടയിൽ നിന്ന് ഏറ്റവും വലിയൊരു റൊട്ടി എടുത്ത് ഇദ്ദേഹത്തെ നിർബന്ധിച്ച് പിടിപ്പിച്ചത്രേ. അത് വിധി കൊണ്ട തന്നതുപോലെ അദ്ദേഹം കരുതി. ആ സമയം അത് കിട്ടിയില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ, പ്രാണൻ പടയുകയായിരുന്നു പാവം. എന്നിട്ടും അതിൽ നിന്നൊരു നയാ പൈസ എടുത്ത് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇങ്ങനെയാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിന് ജോലി കിട്ടിയല്ലോ. ആ മാന്യമായ ഒരു ജോലി എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന് ശമ്പള വർധനവൊക്കെ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. കുമാരനാശാൻ പറയുന്നത്, ഒരു കൊച്ചു വിദ്യാർത്ഥി ഹോസ്റ്റലായിരുന്നത്രേ ബാംഗ്ലൂരിലെ അദ്ദേഹത്തിന്റെ ഭവനമെന്നാണ്. ആശാനും അവിടെ ആയിരുന്നല്ലോ. 2 പുലയ വിദ്യാർത്ഥികളെ കൊച്ചിയിൽ നിന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അവിടെ കൊണ്ടു നിർത്തുമ്പോൾ കുടുംബാംഗങ്ങൾക്കെന്നതുപോലുള്ള സർവ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ടാണ്. കുടുംബാംഗങ്ങൾക്കും ഈ അന്തേവാസികൾക്കും പ്രത്യേകമായ സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ വെക്കുന്നു, വിളമ്പുന്നു. അതുപോലൊരു തങ്ക മനസ്സായിരുന്നു പൽപ്പുവിൻ്റെ ഭാര്യ ഭഗവതി അമ്മയ്ക്ക്. ആ മഹതിയെപ്പറ്റി ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് പൂർണ്ണമാവില്ല, ഇന്നത്തെ അങ്ങ് അവസാനിപ്പിക്കാം. മദ്രാസിലെ മെഡിക്കൽ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണുകാണൽ നടന്നു. വിവാഹ നിശ്ചയം നടന്നു. ഇതും തിരുവനന്തപുരത്ത് തന്നെയാണ്. പെരുന്നെല്ലി ഭവനത്തിലെ പ്രസിദ്ധമായ പെരുന്നെല്ലി ഭവനത്തിലെ സന്താനമാണ്. ഡോക്ടർ പൽപുവിന്റെ കുടുംബ സുഹൃത്തായിരുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെയും ഈ പൽപുവിന്റെ ആ രസികത്വത്തിന് ഒരു ഉദാഹരണമാണ്. പല നല്ല തമാശകളൊക്കെ കാട്ടുമായിരുന്നു അദ്ദേഹം. സാധാരണ പെണ്ണ് കാണാൻ പോകുന്നത് ഒരുങ്ങി മോടിയോടെയാണ്. ഇദ്ദേഹം ചെല്ലുന്നത് ചട്ടമ്പി വേഷത്തില്, തനി ചട്ടമ്പി വേഷത്തിൽ, തലയിൽ ഒരു കെട്ടും കെട്ടി ഒരു ബനിയനും ഇട്ട്
ഒരു കൈലി കൊടുത്ത് അത് വല്ലാത്ത രീതിയിൽ മടക്കി കുത്തി. വീട്ടിൽ ചെല്ലുന്നു, നേരെ കയറി അങ്ങ് ചെല്ലുന്നു. ഇങ്ങനെ ചെന്നത് സത്യത്തിൽ ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ പുട്ട് ചുടുന്നതിന്റെ മണം വരുന്നുണ്ട്. ഇദ്ദേഹം നേരെ അടുക്കളയിലോട്ട് ചെന്നു. പെൺകുട്ടി തന്നെയാണ് അടുക്കളയിലുള്ളത്, പുട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നേരെ ഒരിലയിലേക്ക് ഒരു പുട്ട് വലിച്ചെടുത്ത് അവിടെ നിന്ന് തിന്നുന്നു. ആദ്യം ഇവരമ്പരന്ന് പോയി, ഇവർക്കൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ അല്പം അമ്പരപ്പ് മാറിയപ്പോൾ ഇവർ നിലവിളിച്ചു. ഇതാ ഒരാൾ വന്നിരിക്കുന്നേ, ഓടി വരണേ. ഈ ഒച്ച കേട്ടുകൊണ്ട് ഇതാ അച്ഛനും മറ്റുള്ളവരും ഒക്കെ ഓടി ചെല്ലുമ്പോ ഇദ്ദേഹം ഒരു കൂസലും ഇല്ലാതെ ഒരു ചെറു പുഞ്ചിരിയോടെ പുട്ട് തിന്നുകയാണ്. അവരും ഒന്നും അമ്പരക്കാതിരുന്നില്ല. പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. ഈ തമാശ ഇത്തരം നേരം പോക്കൊക്കെ ആസ്വദിക്കാനുള്ള രസികത്വം അവർക്കും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ വരെ ആ വീട്ടിലെ വിദ്വൽ സദസ്സിൽ, അവിടെ നേരം പോക്കുകൾക്ക് സ്ഥാനമില്ല എങ്കിലും കുറച്ച് നിലവാരമുള്ള ഈ നേരം പോക്കുകളൊക്കെ അവിടെയും ഉണ്ടാകാതിരിക്കുന്നില്ല. അത് വല്ലാത്ത ഒരു നേരം പോക്കായി. അപ്പോൾ അവിടെ വെച്ച് ആ പെൺകുട്ടിയുടെ പിതാവിന്റെ ഒരു ദീർഘവീക്ഷണമുണ്ട്. അദ്ദേഹം തൻ്റെ ഈ ഭാവി മരുമകന് വേണ്ടി കനത്ത ഒരു തുകയാണ് കരുതി വച്ചത്. അത് വിവാഹം നടക്കാനൊന്നും കാത്തിരിക്കുന്നില്ല. അത് മുൻകൂറായി തന്നെ ലഭ്യമാക്കി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സഹായം ഡോക്ടർ പൽപുവിന്റെ ഭാവി പഠനത്തിന്. ഒന്നോർത്തു നോക്കൂ, മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആ ജോലി കിട്ടി ഉപരിയായി യൂറോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്, ഉപരി ഗവേഷണത്തിനും മറ്റും. അവസരോചിതമായ ഇങ്ങനെ ഒരു ആനുകൂല്യം ഇടയ്ക്കുണ്ടായില്ലായിരുന്നു എങ്കിൽ ആ പഠനം വളരെ വിഷമകരമാകുമായിരുന്നു. ഡോക്ടറുടെ ജീവിതം ദുരിതപൂർണമാകുമായിരുന്നു. നോക്കൂ, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം, എന്ത് ലക്ഷ്യമിട്ടാലും അത് നേടിയെടുക്കുന്നതുവരെ വിശ്രമമില്ലാതെ, ഒരിക്കലും പുറകോട്ട് ചിന്തിക്കാതെ മുന്നോട്ട് തന്നെ അടിവെച്ച് മുന്നേറുക. ഇങ്ങനെയുള്ള ഉത്സാഹിയോടൊപ്പം ഈശ്വരനും ഉണ്ടാവും എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറയുന്നത്. പ്രിയമുള്ളവരെ, സൂചിപ്പിച്ചല്ലോ, താനിങ്ങനെ കഷ്ടപ്പെട്ട് നേടുന്ന വിദ്യ അത് ലോക നന്മയ്ക്കായി മാറുകയാണ്. സഹോദരനയ്യപ്പന് സഹായം ചെയ്തുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ധനം വിദ്യയാകും, വിദ്യ സേവനമാകും. ഒന്നോർത്തു നോക്കൂ, ഇത് ഗുരുദേവൻ മൊഴിയുമ്പോൾ, അനുഗ്രഹ വാക്കായി മൊഴിയുമ്പോൾ വ്യക്തമായ ഒരു ചിത്രം അവിടുത്തെ ഉള്ളിലുണ്ടായിരിക്കുമെന്നുറപ്പാണ്. ഇതിനെ ഒരു മാതൃകയാക്കണമെന്ന്
ഗുരു ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പൽപു എത്ര സേവനം വ്രതമാക്കിയ ആളായിരുന്നാലും, എത്ര വലിയ ത്യാഗിയാണെങ്കിലും, അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ പറയുകയാണെങ്കിൽ നോക്കൂ, 1920 അദ്ദേഹം വിരമിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പെൻഷൻ, അതിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. എങ്ങനെയോ എന്തോ കന്നഡ അവിടുത്തെ ഗവൺമെന്റുമായി ഒരു ധാരണപ്പിച്ച് ഉണ്ടായി. ഇതുപോലൊരാളിങ്ങനെ ആനുകൂല്യങ്ങൾ വാങ്ങാതെ പോകുന്നത് കഷ്ടം. അങ്ങനെ ഒരു മനസാക്ഷി അവർക്കുണ്ടായി. തിരുവിതാംകൂർ ഗവൺമെന്റുമായിട്ട് ഇടപെട്ടു. അങ്ങനെ ഇവിടുത്തെ മധ്യസ്ഥന്മാർ മുഖാന്തരം പറഞ്ഞാണ് അവസാനം അദ്ദേഹം ആനുകൂല്യങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറായതത്രേ. അങ്ങനെ കിട്ടിയ ആനുകൂല്യം അദ്ദേഹം എന്ത് ചെയ്തു? പൊതുജനോ ഉപകാരപ്രദമായി മാറണമെന്ന് കണ്ടു. അദ്ദേഹം അത് മുഴുവൻ ഒരു പ്രത്യേക ഒരു കമ്പനി രൂപീകരിച്ച് അതിലേക്ക് കൊടുക്കുകയായിരുന്നു. ഡോക്ടർ പൽപുവിന്റെ അനുജനായിരുന്നു അതിന്റെ മാനേജർ. കുമാരനാശാന്റെ 1-2 റിപ്പോർട്ടുകളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യൂറോപ്യൻ എക്കണോമിക് യൂണിയൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കയർ ഉൽപ്പന്നങ്ങൾ, കേര ഉൽപ്പന്നങ്ങൾ എല്ലാം സംഭരിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുക. അതിനുവേണ്ടി അന്നത്തെ കാലത്ത് 1,00,000 രൂപ കൊടുത്തു. ബിസിനസ്സിലേക്ക് അത് പ്രവേശിച്ചു. പക്ഷെ ഇത് ഇടപാട് നടത്തിയ കമ്പനി അത് പൊട്ടിപ്പോയി. കോടതി വിധി അനുകൂലമായിട്ടും അവരിൽ നിന്ന് ഈടാക്കാൻ അത് സാധിക്കാതെ വന്നു. പാപ്പരായിപ്പോയി. അല്ലായിരുന്നു എങ്കിൽ ഈ സമുദായത്തിന്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. മുഴുവനായി തൻ്റെ സ്വത്തുക്കൾ മുഴുവനായി അതിന് വിട്ടുകൊടുക്കുക. അപ്പൊ അതല്ല ഇവിടെ സൂചിപ്പിക്കാൻ വന്ന. അതിനുശേഷം ചെയ്തതാണ്. പിന്നെയുള്ള ഏക വരുമാനം അദ്ദേഹത്തിന്റെ പെൻഷനാണ്. മറ്റ് ആദായങ്ങളൊന്നുമില്ല. അദ്ദേഹം ബില്ലെഴുതി വെച്ചത് എനിക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടാകുന്ന സകല സമ്പാദ്യങ്ങളും സ്വത്തുക്കളും പൊതുജന ഉപകാരത്തിന് വേണ്ടി ഒരു ട്രസ്റ്റാക്കി അതിനെ മാറ്റിവെക്കുന്നു. നോക്കണേ, മേലിലുണ്ടാകുന്ന ഇതുപോലെ ഒരു ത്യാഗം ചെയ്തതിൻ്റെ പുറകെ ചെയ്തതാണ്. ഇങ്ങനെയൊരു ത്യാഗി ലോകത്തെവിടെയെങ്കിലും വേറെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇതായിരുന്നു ഡോക്ടർ പൽപു. അദ്ദേഹം നിരന്തരം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അത് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല. ഇതാ ഈ അന്നൊക്കെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുകയാണ്. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അത് കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. ഗാന്ധിജിക്കും ടാഗോറിനും പട്ടേൽ, അദ്ദേഹം കത്തെഴുതാത്ത ആളുകളില്ല. അതൊക്കെ ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. ഡൽഹിയിലാണ് അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഇന്നെടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ പിന്നീട് ഭാരതത്തിലുണ്ടായ പല പല പദ്ധതികളുണ്ടല്ലോ, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാ ഉറവിടം ഡോക്ടർ പൽപുവിൻ്റെ സുചിന്തിതമായ മേധയിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 25 കൊല്ലം മുമ്പ് SNDP യോഗത്തിന്റെ ഒരു വാർഷികത്തിൽ, ആലപ്പുഴ 3ാം വാർഷികമാണ്, അന്ന് അദ്ദേഹം പരസ്പര സഹായ സംഘങ്ങളെ കുറിച്ച് പ്രസംഗിച്ചു. അതിനുവേണ്ടി ഒരു ബോർഡ് ഉണ്ടാകുന്നത് 25 കൊല്ലത്തിന് ശേഷമാണ് തിരുവിതാംകൂറിൽ. കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ആളായിരുന്നു ഡോക്ടർ. ഇവിടെ ഇതാ ശാന്തി നികേതനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ടാഗോർ അതിൻ്റെ ധനസംഭരണത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ വരുന്നതും ഗുരുദേവനെ കാണുന്നതുമൊക്കെ. ഗുരുദേവനെ കാണാൻ വേണ്ടി മാത്രമല്ല വന്നത്, ആ കൂട്ടത്തിൽ ഇതും നടന്നു.
എത്രയോ എഴുത്തുകുത്തുകൾ ഈ ടാഗോറുമായി നടത്തി. ശാന്തി നികേതനത്തിന്റെ രൂപീകരണത്തിൽ അതിൻ്റെ നടത്തിപ്പ് ഡോക്ടർ പൽപുവിന്റെ സ്വാധീനം വ്യക്തമാണ്. ഒരു സന്താനത്തെ ഒന്നിനെ ഗുരുദേവന് കൊടുത്തു, മറ്റൊന്നിനെ ടാഗോറിനും കൊടുത്തു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അവിടുത്തെ അന്തേവാസിയായിട്ട് നിന്ന് പഠിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഇളയ പുത്രൻ. അപ്പൊ അദ്ദേഹം ഏതെല്ലാം കുടിൽ വ്യവസായം, ഏത് രംഗമായിക്കൊള്ളട്ടെ, ഈ ഗ്രാമീണരെ, സാധാരണ ജനങ്ങളെ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞ പാവങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി നാം ഇപ്പോൾ സമയം ചെലവിട്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിന്തയിൽ അത് മാത്രമായിരുന്നു. അവസാനമായി സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു മനുഷ്യനെ ഏതാണ്ടൊരു ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷമെന്ന് പറയാം, കൂടുതൽ കാര്യങ്ങളിലൊന്നും കാണുന്നില്ല സംഘടനയിൽ. അദ്ദേഹം സ്വയം അകന്നതാണോ അകറ്റിയതാണോ, ഇത് രണ്ടുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ചിന്തയ്ക്കൊത്ത് സഞ്ചരിക്കുവാൻ വളർന്നിരുന്നില്ല സ്വാമിതൃപാദങ്ങളല്ലാതെ. സ്വാമിതൃപാദങ്ങൾക്ക് മാത്രമേ ഒരുപക്ഷെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അവസാന കാലത്ത് ടി കെ മാധവൻ ഗുരുദേവന്റെ സമാധിക്ക് ശേഷം നടന്ന യോഗ വാർഷികം കോട്ടയം ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. ഏതാണ്ട് 4-5 ദിവസം ഡോക്ടർ പൽപുവിന്റെ അതിഥിയായി കഴിയുന്നുണ്ട്. അവിടെ നടന്ന ചർച്ചയിൽ ഡോക്ടർ തൻ്റെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും എല്ലാം സവിസ്തരം ടി കെ മാധവനോട് പറയുന്നുണ്ട്. സമയമെടുത്ത് ഇരുന്നെഴുതുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എങ്കിൽ ഏതാണ്ടൊരു മാനിഫെസ്റ്റോ തന്നെ ടി കെ മാധവൻ എഴുതുമായിരുന്നു. ഏതാണ്ട് കഷ്ടിച്ചേതാണ്ട് 10-20 ദിവസം കൊണ്ട് ഏറെക്കുറെ തട്ടിക്കൂട്ടി സ്പീഡിൽ എഴുതിയ ഒരു പുസ്തകമാണ് ഡോക്ടർ പൽപുവിന്റെ ആദ്യം വന്ന ജീവചരിത്രം. അതങ്ങനെ എഴുതിയത് നന്നായി. അധികം വയ്യാതെ ടി കെ മാധവൻ മരണപ്പെടുകയായിരുന്നല്ലോ. അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ ഉറപ്പാണ് ഡോക്ടർ പൽപുവിനെ വീണ്ടും ഈ കർമ്മരംഗത്തേക്ക് സജീവമായി കൊണ്ടുവരുമായിരുന്നു എന്ന് ഉറപ്പാണ്. അതിന് നമുക്ക് ഭാഗ്യമുണ്ടായില്ല. പൽപു ഏറെ പഠിക്കപ്പെടേണ്ട, ചിന്തിക്കപ്പെടേണ്ട ഒന്നാണ്. അതൊരു മഹാപ്രതിഭാസം തന്നെയാണ്. ഇന്ന് നാം പല കാര്യങ്ങളിലും ഉത്തരം തേടുന്നുണ്ടെങ്കിൽ, പല കാര്യങ്ങളിലും നമുക്ക് ഉത്തരം മുട്ടുന്നുണ്ടെങ്കിൽ, ഡോക്ടർ പൽപുവിന്റെ ശേഖരിക്കപ്പെട്ടു വച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾ അതെല്ലാം ഇനി വെളിയിൽ വരുമെന്നാണ് പ്രതീക്ഷ. സമയം പോയെങ്കിലും ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസമാക്കി റിട്ടയർമെന്റിന് ശേഷം. അവിടെ അദ്ദേഹം മനസ്സിൽ കണ്ട ഒരു പദ്ധതിയുണ്ട്. 3 നിലയുള്ള വലിയ ഒരു മന്ദിരം, 3 നിലയുള്ള വലിയൊരു മന്ദിരം. അത് സർവ മതക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ, ജീവിതത്തിലെ വിവാഹം തുടങ്ങിയ ഈ പല പല നടപടികളുണ്ടല്ലോ, അന്നും അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അനാവശ്യമായി ഈ അടിയന്തരാദികൾക്ക് ആർഭാടം കാണിക്കുന്നത്. ഈ ആർഭാടം ഒഴിഞ്ഞാൽ തന്നെ മനുഷ്യന് ശക്തമായ സാമ്പത്തിക പിൻബലമുണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മാതൃകാപരമായി, ലളിതമായി സമസ്ത ജനങ്ങൾക്കും ഒരുപോലെ അവരുടെ എല്ലാ അടിയന്തരാദികളും വന്ന് നടത്തുവാൻ പാകത്തിൽ ഒരു പൊതു സ്ഥാപനം, ഓഡിറ്റോറിയം എന്ന് പറയാം, അതിനകത്ത് ഇന്ന സംവിധാനങ്ങൾ വേണം, ഇന്ന പോലെയൊക്കെയുള്ള ഒരുക്കുകൾ വേണം എന്നെല്ലാം അദ്ദേഹം ആവേശത്തോടെ സന്ദർശകരോട് പറയുമായിരുന്നത്രേ. സ്വന്തം നിലയിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ്.
ഇതൊക്കെ സമുദായം ചെയ്യേണ്ടതല്ലേ? ഇതാ വിദേശത്തുള്ളവർക്ക് പോലും കത്തുകൾ എഴുതിക്കൊണ്ടിരുന്ന ഡോക്ടർ പൽപ്പു യോഗ നേതൃത്വത്തിന് കത്തെഴുതാതിരിക്കുമോ? അതൊന്നും സൂക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല, അവഗണിക്കപ്പെട്ടു എന്നുറപ്പാണ്. വളരെ വേദനയോടെ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാൻ സാധിക്കൂ. ആ ധന്യാത്മാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.